ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ഈ സമയത്ത് ലോകത്ത് പല കോണുകളിലായി പലരും അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമല്ല, ഒരു മണിക്കൂർ പോലുമല്ല, ഒരു മണിക്കൂറിനകം എത്ര പേർ ഈ ലോകത്ത് മരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കണക്കുകൾ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ചില രാജ്യങ്ങളിൽ ഓരോ മണിക്കൂറും ഒരു ചെറിയ പട്ടണം പോലും ഇല്ലാതാകും വിധം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ എത്ര പേരാണ് ഈ ഭൂമിയിൽ മരണപ്പെടുന്നത്? അതിന്റെ ഓരോ രാജ്യങ്ങളിലെയും കണക്ക് ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ടാൻസാനിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ ഒരു മണിക്കൂറിൽ ഏകദേശം 43 ആളുകളാണ് മരണപ്പെടുന്നത്. കെനിയ എന്ന മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്തിൽ ഒരു മണിക്കൂറിൽ ഏകദേശം 46 പേരാണ് മരണപ്പെടുന്നത്. ഫ്രാൻസിലും UK-യിലും ശരാശരി ഒരു മണിക്കൂറിനുള്ളിൽ മരണപ്പെടുന്നത് ശരാശരി ഏകദേശം 70 പേരാണ്. ഉക്രൈനിൽ 71, ഇറ്റലിയിൽ 72, സൗത്ത് ആഫ്രിക്കയിൽ 74, ഫിലിപ്പീൻസിൽ 75, വിയറ്റ്നാമിൽ 78, ഈജിപ്തിൽ 80, എത്യോപ്യയിൽ 88, DRC അതായത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന ആഫ്രിക്കൻ രാജ്യത്ത് 104, നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ 105 ഒരു മണിക്കൂറിനുള്ളിൽ ഈ രാജ്യങ്ങളിൽ മരണപ്പെടുന്ന ആളുകളുടെ കണക്ക്. ഇവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഏഷ്യനെന്നോ ആഫ്രിക്കനെന്നോ കിഴക്കേ ഏഷ്യക്കാരെന്നോ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. ജർമ്മനിയിൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ മരണപ്പെടുന്നവരുടെ എണ്ണം ഏകദേശം 108 ആണ്. ബ്രസീലിൽ 167, ജപ്പാനിൽ 180, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ 181, റഷ്യയിൽ 205 പേരുമാണ് മരണപ്പെടുന്നത്. റിസർച്ചർമാർ പറയുന്നത് ഇപ്പറഞ്ഞ 5 രാജ്യങ്ങളിലും, അതായത് ജർമ്മനി, ബ്രസീൽ, ജപ്പാൻ, പാകിസ്ഥാൻ, റഷ്യ, ഈ രാജ്യങ്ങളിൽ വാർദ്ധക്യ ജനസംഖ്യ വളരെ കൂടുതലാണെന്നും അതാണ് മരണത്തിനുള്ള ഒരു മണിക്കൂറിനകം ഇത്രയും പേർ മരിക്കാനുള്ള പ്രധാന കാരണം അതാണെന്നാണ് റിസർച്ചർമാർ പറയുന്നത്. അടുത്തത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിൽ ഒരു മണിക്കൂറിനകം മരണപ്പെടുന്നത് ഏകദേശം 242 ആളുകളാണ്. നൈജീരിയയിൽ 305, അമേരിക്കയിൽ 340 പേരും, നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ 1085 പേരും, നമ്മുടെ അയൽ രാജ്യമായ ചൈനയിൽ 1334 പേരുമാണ് ഒരു ദിവസം ഒരു മണിക്കൂറിനകം മരണപ്പെടുന്നത്. ഈ 5 രാജ്യങ്ങളിലും, അതായത് ഇന്തോനേഷ്യ, നൈജീരിയ, അമേരിക്ക, ഇന്ത്യ, ചൈന, ഈ 5 രാജ്യങ്ങളിലും ജനസംഖ്യ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മരണനിരക്കും കൂടുതലാകും എന്ന സ്വാഭാവികമായ കാര്യമാണ് സംഭവിക്കുന്നത് എന്നാണ് റിസർച്ചർമാർ പറയുന്നത്. ഈ വിവരം നമ്മൾ കളക്ട് ചെയ്തത് UN പോപ്പുലേഷൻ പ്രോസ്പെക്ട്സ് 2023 വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ എന്ന റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് കൃത്യമായിട്ടൊരു കണക്കല്ല, എങ്കിലും ഒരു മണിക്കൂറിൽ ഏകദേശം ശരാശരി സംഭവിക്കുന്ന കണക്കാണ് നമ്മൾ മേൽ പറഞ്ഞത്. ആ കണക്ക് പൂർണ്ണമായും തള്ളിക്കളയാവുന്നതല്ല, ഏകദേശം യാഥാർത്ഥ്യത്തോടെ 90% അടുത്തു നിൽക്കുന്ന കണക്ക് തന്നെയാണ്. മേൽപ്പറഞ്ഞ കണക്കുകളൊന്നും കേവലം അക്കങ്ങൾ മാത്രമല്ല. ഓരോ രാജ്യത്തെയും ഓരോ നമ്പറിനകത്തും ഒരു ജീവിതമുണ്ട്, ഒരു കുടുംബമുണ്ട്, പൂർത്തിയാകാതെ പോയ സ്വപ്നങ്ങളുണ്ട്. ഇത്രയും സമയം നമ്മൾ ജീവിച്ച ഈ ഒരു മണിക്കൂർ ലോകത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് കിട്ടാതെ പോയ സമയമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ അവഗണിക്കരുത്, സമയത്തെ ചെറുതായി കാണുകയും ചെയ്യരുത്. കാരണം അടുത്ത മണിക്കൂറുകൾ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഉള്ള സമയം പരസ്പരം സ്നേഹിക്കുക, പരസ്പരം വിശ്വസിക്കുക, പരസ്പരം സഹായിക്കുക. മതവും ജാതിയും രാഷ്ട്രീയവും പറഞ്ഞ് തമ്മിൽ തല്ലി സമയം കളയാതിരിക്കുക, അന്യന്റെ വെറുപ്പ് വാങ്ങാതിരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവർക്കും എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.